ദേശീയ രാഷ്ട്രീയത്തെ വീണ്ടും വലിയൊരു നിയമ പോരാട്ടത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയുടെ വാതിലുകൾ മുട്ടിയിരിക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBIയും EDയും അന്വേഷണം നടത്തണമെന്നും അന്വേഷണ പുരോഗതി വിവരിച്ച് പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നുമുള്ള അലഹബാദ് ഹൈക്കോടതി ലക്നൌ ബെഞ്ചിന്റെ നിർണായക ഉത്തരവിനെതിരെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായിട്ടുള്ള ജോയ് മല്യ, ബാഗ്ചി, വി മോഹന എന്നിവരടങ്ങുന്ന 3-അംഗ ബെഞ്ച് വരുന്ന ഓഗസ്റ്റ് 17-ന് ഈ ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് ഉയർന്നു വന്ന ഈ ഒരു നിയമ പോരാട്ടത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നോക്കാൻ പോകുന്നത്. ഇത് പാർലമെന്റിൽ BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രാഹുൽ ഗാന്ധി നടത്തുന്ന കടുത്ത ആക്രമണങ്ങളും വോട്ട് ചോരി ആരോപണങ്ങളും വിലക്കയറ്റത്തിനും കോർപ്പറേറ്റ് പ്രീണനത്തിനുമെതിരെയുള്ള പ്രതിപക്ഷ പ്രക്ഷോഭങ്ങളുമാണോ അതോ BJPയെ പ്രകോപിപ്പിച്ചത് എന്നാണ് ചോദ്യം നിൽക്കുന്നത്. BJPയുമായിട്ട് കൊമ്പ് കോർക്കുമ്പോഴെല്ലാം പഴയ ആരോപണങ്ങളും കേസുകളും കുത്തിപ്പൊക്കി രാഹുൽ ഗാന്ധിയെ തളയ്ക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഒരു ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് പരക്കെ പറയുന്നത്. അത്തരം രീതിയിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ പോകുന്നതും. നമുക്ക് ഈ ഒരു കേസിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കേസിന്റെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ നടന്ന നാടകീയമായിട്ടുള്ള സംഭവങ്ങളും ആണ്. ആ ഒരു കാര്യമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കർണാടക സ്വദേശിയും BJP പ്രവർത്തകനുമായിട്ടുള്ള വിഘ്നേഷ് ശിശർ സമർപ്പിച്ച ഒരു ക്രിമിനൽ റിട്ട് ഹർജിയാണ് അലഹബാദ് ഹൈക്കോടതി ഈ ഒരു ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചത്. 2 മണിക്കൂറോളം നീണ്ടുനിന്ന അടച്ചിട്ട മുറിയിലെ വാദപ്രതിവാദങ്ങൾക്കൊടുവിലായിരുന്നു വിധി. രാഹുൽ ഗാന്ധിയുടെ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട ഹർജിക്കാരൻ സമർപ്പിച്ച പരാതിയിൽ കൈവരിച്ച അന്വേഷണ പുരോഗതി CBI സമർപ്പിച്ച ഒരു മുൻ സത്യവാങ്മൂലത്തിൽ വ്യക്തമല്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. മുൻ ഉത്തരവുകൾ പാലിക്കുന്നതിൽ CBIയുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി കോടതി കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഇതോടെ CBIയുടെ അഴിമതി വിരുദ്ധ വിഭാഗം ജോയിന്റ് ഡയറക്ടറോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മേഖലാ മേധാവിയോ നേരിട്ട് പുതിയ സത്യവാങ്മൂലം വ്യക്തിപരമായിട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി കർശനമായിട്ട് നിർദ്ദേശിച്ചു. അതിനു പുറമെ അന്വേഷണത്തിനിടെ EDക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമവിരുദ്ധതയോ അല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള രേഖകളോ കണ്ടുകിട്ടിയാൽ നിയമപ്രകാരം EDക്ക് നേരിട്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോകാമെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ ഈ പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് വകുപ്പ്, ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലുള്ള റവന്യൂ വകുപ്പ്, കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്നിവയ്ക്കായിട്ട് കേസിൽ വിശദമായിട്ടുള്ള എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് 4 ആഴ്ചത്തെ സമയമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ സീൽ ചെയ്ത കവറുകളിലാക്കി മുതിർന്ന രജിസ്ട്രാറുടെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ ഉത്തരവിട്ട കോടതി അടുത്ത വാദം കേൾക്കാനായിട്ട് ഓഗസ്റ്റ് 20-ലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ ഹൈക്കോടതിയുടെ ഈ ഒരു കടുത്ത ഉത്തരവുകൾക്ക് തടയിടാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അത് അനധികൃത സ്വത്ത് സമ്പാദന കേസ്. ഈ ഒരു വിഷയം ആദ്യമായിട്ട് നിയമ പോരാട്ടത്തിലേക്ക് എത്തുന്നത് 2024-ലാണ്. ബ്രിട്ടനിൽ 2003-ൽ രജിസ്റ്റർ ചെയ്ത് 2009-ൽ പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു ബാക്കോപ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ രേഖകളിൽ രാഹുൽ ഗാന്ധി തന്റെ പൗരത്വം ബ്രിട്ടീഷ് എന്ന് സ്വയം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും ബ്രിട്ടനിൽ വിദേശ ബാങ്ക് അക്കൗണ്ടുകളും സാമ്പത്തിക നിക്ഷേപങ്ങളും ഉണ്ട് എന്നുമാണ് ഹർജിക്കാരൻ പ്രധാനമായിട്ടും ആരോപിച്ചത്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഇരട്ട പൗരത്വം നിരോധിച്ചിട്ടുള്ളതിനാൽ വിദേശ പൗരത്വം മറച്ചുവെച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്താത്ത വരുമാന സ്രോതസ്സുകളിലൂടെ സ്വത്ത് സമ്പാദിക്കുകയും ചെയ്തു എന്ന് ആരോപിച്ചായിരുന്നു പരാതിക്കാരുടെ നീക്കം എന്ന് പറയുന്നത്. 2024-ൽ ഈ ഒരു വിഷയത്തിൽ വിഘ്നേഷ് ശിശർ അലഹബാദ് ഹൈക്കോടതി ലക്നൌ ബെഞ്ചിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജി, അതായത് തെളിവുകളുടെ അഭാവത്തിലും കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ള പരാതിയിൽ തീരുമാനം ആയിട്ടില്ലാത്തതിനാലും കോടതി തള്ളിക്കളയുകയായിരുന്നു. പിന്നീട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ കേസിൽ കക്ഷി ചേർക്കുകയും വിചാരണ കോടതികളിൽ ക്രിമിനൽ പരാതികൾ നൽകുകയും ചെയ്തു. 2026 ജനുവരി 28-ന് ലക്നൌവിലെ പ്രത്യേക MP MLA കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ FIR ഇടണമെന്ന ആവശ്യവുമായിട്ട് വന്ന പരാതി തള്ളിക്കളഞ്ഞു. എന്നാൽ ഈ ഒരു ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് വിഘ്നേഷ് ശിശർ അലഹബാദ് ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്. 2026 ഏപ്രിൽ വിഘ്നേഷിന്റെ ഹർജി അനുവദിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാനും കേസ് CBINS പാസ്പോർട്ട് ആക്ട്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് തുടങ്ങിയ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കാനും നിർദ്ദേശിച്ചു. തുടർന്നാണ് ഈ കേസിൽ അന്വേഷണ പുരോഗതി സമർപ്പിക്കാൻ CBIയോടും EDയോടും കോടതി നിർദ്ദേശിക്കുന്നത്.
2026 ജൂലൈ 20 CBI സമർപ്പിച്ച സത്യവാങ്മൂലം തൃപ്തികരമല്ല എന്ന് വ്യക്തമാക്കിയ ഹൈക്കോടതി ആന്റി അഴിമതി വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ നേരിട്ട് പുതിയ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ഹൈക്കോടതിയുടെ ഈ ഒരു അന്വേഷണ ഉത്തരവുകളെയും FIR നിർദ്ദേശങ്ങളെയുമാണ് രാഹുൽ ഗാന്ധി 2026 ഓഗസ്റ്റ് ആദ്യം സുപ്രീം കോടതിയിൽ പ്രത്യേക അനുമതി ഹർജിയിലൂടെ ചോദ്യം ചെയ്തത്. എന്നാൽ ഈ ഒരു സ്വത്ത് സമ്പാദന കേസ് വെറും ഒരു സാമ്പത്തിക കേസ് മാത്രമല്ല. BJP കേന്ദ്രങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ ആരോപണമായിട്ടുള്ള ഒരു ഇരട്ട പൗരത്വ വിഷയവുമായും ഇതിനെ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ ഒരു ഇരട്ട പൗരത്വ ആരോപണം എന്ന് പറഞ്ഞാൽ, ഇതിന്റെ 4 വഴികൾ എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2003 UK രജിസ്റ്റർ ചെയ്ത ഒരു ബാക്ക് ഓപ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ഒരു വിവാദത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. 2005-6 വർഷങ്ങളിൽ ഈ ഒരു കമ്പനി UK കമ്പനീസ് ഹൗസിന് സമർപ്പിച്ച ഒരു വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി തന്റെ പൗരത്വം ബ്രിട്ടീഷ് എന്ന് സ്വയം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ആരോപണം. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഈ കമ്പനിയുടെ ഓഹരി വിവരങ്ങളും UK ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നൽകിയിരുന്നു. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 9 പ്രകാരം ഒരു ഇന്ത്യൻ പൗരൻ വിദേശ പൗരത്വം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം സ്വയമേ റദ്ദാക്കപ്പെടും. ഇനി ഇന്ത്യ ഇരട്ട പൗരത്വം അനുവദിക്കാത്ത രാജ്യമാണ്. BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി സമർപ്പിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ 2019 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയക്കുകയും ഈ വിഷയത്തിൽ വിശദീകരണം തേടുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ ഒരു വിഷയത്തിൽ ലക്നൌവിലെ കോടതികളിലും ഹൈക്കോടതിയിലും കർണാടക സ്വദേശിയായിട്ടുള്ള വിഘ്നേഷ് ശിശിർ എന്ന BJP പ്രവർത്തകൻ ഹർജികളുമായിട്ട് എത്തി. ഭാരതീയ ന്യായ സംഹിത, പാസ്പോർട്ട് ആക്ട്, ഫോറിനേഴ്സ് ആക്ട്, ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് എന്നിവ പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത CBI അന്വേഷണം നടത്തണമെന്നും അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്നുമായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. എന്നാൽ ഈ ആരോപണങ്ങൾ തികച്ചും വ്യാജമാണെന്ന് കോൺഗ്രസ് നിരന്തരം വ്യക്തമാക്കിയിട്ടുണ്ട്. കമ്പനി രജിസ്ട്രേഷൻ രേഖകൾ തയ്യാറാക്കിയപ്പോൾ ബ്രിട്ടനിലെ ഒഫീഷ്യലുകൾക്ക് സംഭവിച്ച കേവലം ഒരു പിഴവ് മാത്രമാണെന്നും രാഹുൽ ഗാന്ധി ജനനം കൊണ്ട് പക്ക ഇന്ത്യൻ പൗരനാണെന്നും അവർ തെളിവുകൾ സഹിതം സ്ഥാപിക്കുന്നു. എന്നാൽ BJPയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധിയെ രാഷ്ട്രീയമായിട്ട് പ്രതിരോധത്തിലാക്കാൻ കിട്ടുന്ന ഓരോ അവസരത്തിലും ഈ ഒരു പഴയ കേസ് പൊടി തട്ടിയെടുക്കുക എന്നത് കൃത്യമായിട്ടുള്ള ഒരു തന്ത്രമാണ്. രാഹുൽ ഗാന്ധിയെ വ്യക്തിഹത്യ ചെയ്യാൻ ആസൂത്രിതമായിട്ട് നിർമ്മിക്കപ്പെട്ട മറ്റൊരു വിവാദമായിരുന്നു ഈ ഹാഷ് ഓയിൽ അഥവാ ലഹരി മരുന്ന് കേസ് എന്ന് പറയുന്നത്. ഈ കേസിലും സത്യം എന്തായിരുന്നു? അതായത് 2001 സെപ്റ്റംബർ അവസാന വാരത്തിൽ അമേരിക്കയിലെ ഒരു ബോസ്റ്റൺ ലോഗൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വെച്ച് രാഹുൽ ഗാന്ധിയെ വിമാനത്താവള സുരക്ഷാ ഉദ്യോഗസ്ഥൻ തടഞ്ഞു വെച്ചു ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയകളിലും ചില കേന്ദ്രങ്ങളിലും പ്രചരിച്ചത് കടുത്ത വ്യാജ വാർത്തകളായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പക്കൽ നിരോധിത ലഹരി മരുന്നായിട്ടുള്ള ഹാഷിഷ് ഓയിൽ ഉണ്ട് എന്ന രീതിയിലാണ് പറഞ്ഞത്. ലക്ഷക്കണക്കിന് രൂപയാണ്, US ഡോളറാണ് കണ്ടെത്തിയത് എന്നും അമേരിക്കൻ FBI അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുവെന്നുമാണ് പ്രചരിച്ചത്. എത്ര നുണയാണ് അന്ന് പ്രചരിപ്പിച്ചത്. അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി അമേരിക്കൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മോചിതനായത് എന്നും പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ ആഗോള വസ്തുതാ അന്വേഷണ ഏജൻസികളും ദേശീയ മാധ്യമങ്ങളും നടത്തിയ വിശദമായിട്ടുള്ള പരിശോധനയിൽ ഈ വാർത്ത കേവലം ഒരു പച്ചക്കള്ളമാണ്, നുണയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഫേക്ക് ന്യൂസ് ജനറേറ്റർ വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ പത്ര കട്ടിങ്ങുകൾ പ്രചരിപ്പിച്ചായിരുന്നു ഈ ഒരു ആക്രമണം. യാഥാർത്ഥ്യം എന്തെന്നാൽ 2001 സെപ്റ്റംബറിൽ 11 ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ അമേരിക്കൻ വിമാനത്താവളത്തിൽ സുരക്ഷ ശക്തമാക്കിയതിന്റെ ഭാഗമായിട്ട് വിദേശ യാത്രക്കാരെ നടത്തുന്ന പതിവ് സുരക്ഷാ പരിശോധന മാത്രമായിരുന്നു അത്. വെറും 1 മണിക്കൂറിനുള്ളിൽ പരിശോധന പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് ഹാഷിഷ് ഓയിലോ പണമോ കണ്ടെത്തിയിട്ടില്ല എന്നും FBI അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നും വ്യക്തമായതോടെ ഈ ഒരു വ്യാജ പ്രചാരണങ്ങളുടെ ഒരു വലിയ കാര്യമാണ് വെളിപ്പെട്ടത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ ചിത്രം വിലയിരുത്തേണ്ടത്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ പഴയ ആരോപണങ്ങളും കേസുകളും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വീണ്ടും ഇവർ നടത്തുന്നത്? കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രകടനങ്ങൾ കേന്ദ്ര ഭരണകൂടത്തെ വല്ലാതെ പ്രതിരോധത്തിലാക്കിയിരുന്നു. നെറ്റ് വിഷയം, അയോധ്യ സംഭാവനക്കുള്ള, സാധാരണക്കാർക്കുള്ള പ്രശ്നങ്ങൾ, കർഷകരുടെ കടക്കെണി, വിലക്കയറ്റം, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് നൽകുന്ന വഴിവിട്ട സഹായങ്ങൾ, രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ ക്രമക്കേടുകൾ, എന്തിനാ തെളിവ് സഹിതമല്ലേ സ്ക്രീനിൽ വന്ന് കാണിച്ചത്? മരിച്ചുപോയവരുടെ വോട്ടർ ID, ജീവിച്ചിരിക്കുന്നവരുടെ ഒരാളുടെ തന്നെ ഒരു 3-4 വോട്ടർ ID എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്? അതൊക്കെ തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടില്ലേ? അപ്പൊ ദേഷ്യം കാണില്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ രാജ്യദ്രോഹ കുറ്റം
അല്ലെങ്കിൽ ഇവര് ദേശത്തിന് വിരോധികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവരെ കടന്നാക്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഇ ഡി പോകുന്നത്. എന്തുകൊണ്ട് ഇ ഡി ഈ അയോധ്യ വിഷയത്തിൽ ഇടപെടുന്നില്ല, പോകുന്നില്ല, മനസ്സിലാകുന്നില്ല. മാത്രമല്ല ഇ ഡിയെ കയ്യിലെടുത്ത് ബി ജെ പി നടത്തുന്ന ഒരു വലിയ നാടകം കൂടിയാണിത്. അതായത് ബി ജെ പി ഭരണത്തെ ഒരാൾ പോലും ചോദ്യം ചെയ്യാൻ പാടില്ല, അവരോടൊന്നും ചോദിക്കാൻ പാടില്ല, അവർ തെറ്റ് ചെയ്യുന്നത് കണ്ടാൽ പറയാൻ പാടില്ല. അതാണ് ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത്. അവർ പറയുന്നത് ചെയ്യണം, അവർ പറയുന്നില്ലെങ്കിൽ അത് ചെയ്യരുത്, അവർ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ നടക്കണം, ഇരിക്കണം. അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യ രാജ്യമല്ലല്ലോ, സ്വാതന്ത്ര്യമില്ലല്ലോ. നമുക്കറിയാം നാളെ കഴിഞ്ഞ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം മേടിച്ചു തന്നതെന്ന് ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഇന്നും ബി ജെ പിയുടെ വലയത്തിൽ സ്വാതന്ത്ര്യം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ വിഷയം വരുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ ഹിന്ദുവിനെ ഞങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞിട്ട് ഇത്ര വർഷക്കാലമായിട്ടും, ഇത്ര മോദി മൂന്നാം ഭരണമായിട്ട് പോലും ഇന്നും മറ്റു പല സംസ്ഥാനങ്ങളിലും ഈ ഹിന്ദുക്കൾക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടാതിരിക്കുന്നത്. ഒരുമാതിരിപ്പെട്ട ആളുകൾ എന്തെല്ലാം പീഡനങ്ങളാണ് സഹിക്കുന്നത്, നമ്മൾ പല വാർത്തകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ പോലും ബി ജെ പി ഒന്നും ഇടപെടുന്നില്ല. പക്ഷെ ചോദ്യം ചോദിക്കുന്നവരെ ഞങ്ങൾ തല്ലും, അവർക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും. ഇതിനേറെ പറയുന്നു, റീസെന്റ് ആയിട്ട് നടന്ന കാര്യമാണ് ഈ പറയുന്ന പ്രതിഷേധം. അതായത് ഈ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധം. ആ കൊച്ചു കുട്ടികളെ പോലും തല്ലിച്ചതയ്ക്കുന്ന നിലപാട്, അല്ലെങ്കിൽ അതേ ഭരണകൂടം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറിയിരിക്കുകയാണ് ബി ജെ പി. ആ ഒരു ഭരണത്തിൽ ആർക്കാണ് ഇനി വിശ്വസിക്കാൻ കഴിയുക? എന്തായാലും ഇപ്പോൾ ഈ ഒരു രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചുകൊണ്ട് അവർ വർഷങ്ങളോളം, ഓരോ വർഷം കഴിയും തോറും നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒന്നും തന്നെ ഏൽക്കുന്നില്ല എന്ന്. ഇനി ഓഗസ്റ്റ് 17 സുപ്രീം കോടതി ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ നീതിപീഠം എടുക്കുന്ന നിലപാട് രാജ്യത്തെ രാഷ്ട്രീയ ഭാവിയിൽ തന്നെ നിർണായകമാകും. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുകൾക്കും രാഷ്ട്രീയ ഹർജികൾക്കും കോടതി തടിയിടുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ എന്തായാലും ഈ രാജ്യത്തെ ജനങ്ങൾ ഈ ഭരണകൂടത്തിൽ ഏറ്റവും കൂടുതൽ വെറുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ ഡൽഹിയിൽ നടന്ന പ്രക്ഷോഭത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുക എന്നതാണ് ബി ജെ പിയുടെ നയം. ആ നയം ഇനി വില പോകില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം.